ഹലോ ഗായ്സ്, ഇന്നലെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ഗോതമ്പ് ദോശയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ഗോതമ്പ് ദോശയാണ് രാത്രി ഉണ്ടാക്കാറുള്ളത്. ഇന്നലെ ഞാൻ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഒരു പൈനാപ്പിൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കി ഗായ്സ്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചു പോയി. കാരണം പൈനാപ്പിൾ അത്ര നല്ല പൈനാപ്പിൾ അല്ലായിരുന്നു. ഇച്ചിരി പുളിപ്പുണ്ട് പൈനാപ്പിളിന്. പിന്നീട് ഞാനൊരു ഏത്തപ്പഴം കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ കാണുന്നത് സാധാരണ ഗോതമ്പ് മാവ് കലക്കി വെച്ചിരിക്കുന്നതാണ്. അത് അമ്മയ്ക്കുള്ളതാണ്. അമ്മച്ചിക്ക് ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് അമ്മ അങ്ങനെ എൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒന്നും അങ്ങനെ പരീക്ഷിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വേറൊന്നുമല്ല, ഞാൻ എൻ്റെ കൈകൊണ്ട് ചൂടുള്ള ഗോതമ്പ് ദോശ മറിച്ചിടുന്നതാണ്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആരും ഇത് അനുകരിക്കരുതേ എന്ന് ഞാൻ നിങ്ങളടുത്ത് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു കഷ്ണമൊക്കെ ഗോതമ്പ് ദോശയിൽ കിടക്കുന്നതായിട്ട്. അത് വേറൊന്നുമല്ല, അതിന് ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാനൊരു ഏത്തപ്പഴം കൂടെ ചേർത്തു. പക്ഷേ ഏത്തപ്പഴത്തിനും അത്ര രുചിയില്ലായിരുന്നു. അങ്ങനെ ആകെ മൊത്തം പാളിപ്പോയൊരു ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വാട്ടം തീർക്കാൻ വേണ്ടി ഇന്ന് ഞാൻ ഒരു ഗോതമ്പ് ദോശ പ്രിപ്പയർ ചെയ്തു. അത് തണ്ണിമത്തങ്ങ കൊണ്ടുള്ളൊരു ഗോതമ്പ് ദോശയാണ്. വേറൊന്നുമല്ല, തണ്ണിമത്തങ്ങ വെള്ളമൊന്നും ചേർക്കാതെ തണ്ണിമത്തൻ്റെ മാത്രം ജ്യൂസ് അടിച്ചിട്ട് അതിൽ ഗോതമ്പ് മാവ് കലക്കി ഉള്ളൊരു ഗോതമ്പ് ദോശയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നോൺ സ്റ്റിക്ക് പാൻ മാത്രമേ ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവൂ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. തണ്ണിമത്തൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗോതമ്പ് ദോശയ്ക്ക്.